പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചലച്ചിത്ര വിദ്യാർത്ഥികളുടെയും ആസ്വാദകരുടെയും ഒക്കെ ഒരു ലക്ഷ്യസ്ഥാനമാണ്. ഈ പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്താണ് നടക്കുന്നത്, എന്താണ് പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, എങ്ങനെയാണ് അവിടുത്തെ ജീവിതം, അവിടെ നിന്ന് ആരൊക്കെ എങ്ങനെയൊക്കെയാണ് പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയത്, ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ അറിയാൻ പ്രേക്ഷകർക്ക് താല്പര്യമുണ്ടാവും. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 70കളിലെ ഒരു വിദ്യാർത്ഥി, അവിടെ നിന്ന് റാങ്കോടുകൂടി പാസ്സായ ഒരാൾ, പിന്നീട് 80കളിൽ അവിടുത്തെ അധ്യാപകനായി മാറിയ ആൾ, നിരവധി മാധ്യമ വിദ്യാർത്ഥികളുടെ പ്രിയപ്പെട്ട ഗുരുനാഥൻ, ദേശീയ അവാർഡും സംസ്ഥാന അവാർഡുകളും നേടിയ നിരവധി സിനിമകളുടെ സംവിധായകൻ, ഒപ്പം എൻ്റെയും ഗുരുനാഥനായ പ്രൊഫസർ ശിവപ്രസാദ് സാറിനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. താങ്ക് യു. ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊരാഗ്രഹം എന്നാണ് മനസ്സിലുണ്ടാകുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി ആദ്യമായി അറിയുന്ന സമയം മുതലേ ഒരു ആഗ്രഹിച്ചൊരു കാര്യമാണ്. അതിനെപ്പറ്റി അറിയാൻ പ്രധാന കാരണം അവിടുന്ന് പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളായിട്ടുള്ള പ്രഗത്ഭരായ സംവിധായകർ, അടൂർ സാറ്, അതുപോലെ മണി കൗള്, കുമാർ സാഹനി, ഇവരെ പറ്റിയൊക്കെ 1970കളുടെ ആരംഭത്തിൽ തന്നെ എനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നു. ഞാൻ പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ ചില മാഗസിൻ്റെ അകത്തുമൊക്കെ വന്നതും അടൂർ സാർ എഴുതിയിരുന്ന ഒരു ലേഖനമൊക്കെ ഇപ്പോഴും ഞാൻ ഓർമ്മിക്കുന്നുണ്ട്, മാതൃഭൂമിയുടെ ഒരു വാർഷിക പതിപ്പിനകത്ത്. ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകാൻ ആഗ്രഹം ഉണ്ടാവണമെങ്കിൽ സിനിമ മനസ്സിലുണ്ടാവണമല്ലോ. തീർച്ചയായിട്ടും അത് ബാല്യം മുതലുള്ള ഒരു സ്വപ്നമായിരുന്നോ? സിനിമ കാണുന്നതൊക്കെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഒരു ജീവിതമാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നില്ല. അന്നും ഞാൻ BSc മാത്തമാറ്റിക്സ് ആയിരുന്നു എടുത്തത്. എല്ലാം B.Ed ഒക്കെ കഴിഞ്ഞ് സ്കൂളിൽ വല്ല കണക്ക് വാദ്യകാരായിട്ട് ചെയ്യണമെന്നായിരുന്നു. എൻ്റെ അമ്മ അധ്യാപികയായിരുന്നു, അമ്മയൊക്കെ ആഗ്രഹിച്ചു അത് തന്നെയായിരുന്നു, ഒരു അധ്യാപകനാകുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. പക്ഷേ വളരെ ആകസ്മികമായിട്ടാണ് ഞാൻ ഈ ഗ്രാജുവേഷനൊക്കെ പഠിക്കുന്ന സമയത്ത് ചങ്ങനാശ്ശേരി ഫിലിം സൊസൈറ്റി എന്നും പറഞ്ഞൊരു ഇത് ഉണ്ടാവുകയും, അപ്പോൾ അവിടെ ചെന്ന് ഈ പഥേർപാഞ്ചലി പോലുള്ള സിനിമകളൊക്കെ അക്കാലത്ത് എനിക്കൊന്ന് കാണാനൊരു സൗകര്യം കിട്ടുകയും ചെയ്തു. അത് എന്നിലെ ഈ സിനിമയിലുള്ള ഒരു അവബോധം ഒരു രൂഢമൂലമാക്കി എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു 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 കാര്യമാണ്. സാറിൻ്റെ നാട് കവിയൂരാണ്, അത് നമ്മൾ ഇടയ്ക്ക് പറഞ്ഞില്ല. കവിയൂർ ശിവപ്രസാദ് എന്നും സാർ ഇപ്പോൾ അറിയപ്പെടുന്നുണ്ട്. അത് സാറിൻ്റെ അറിവോടെ വന്ന പേരായിരിക്കുമല്ലോ. അല്ല, അതിനൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഇമെയിൽ ID ഉണ്ടാക്കി വളരെ വർഷങ്ങൾക്ക് മുമ്പാണ്. നോക്കിയപ്പോൾ ശിവപ്രസാദ് മാത്രം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ശിവപ്രസാദ് ഈ ആന്ധ്രയിൽ നിന്നും ബീഹാറിലും ഒക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പഠിപ്പിച്ചൊരു കുട്ടിയാണിത് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവൾ പിന്നെ കവിയൂർ ശിവപ്രസാദ് എന്നങ്ങ് ഇട്ടു. അത് പിന്നെ അങ്ങ് പലരും മെയിലിലും എല്ലാം ഔദ്യോഗിക നാമധേയമായിട്ട് പിന്നെ അങ്ങ് വന്നു എന്നുള്ളതേ ഉള്ളൂ. ഈ ഫിലിം സൊസൈറ്റിയിലൂടെയാണ് ഈ നല്ല സിനിമകളെക്കുറിച്ച് അല്ലെങ്കിൽ വ്യത്യസ്തമായ സിനിമകളെക്കുറിച്ചുള്ള ആശയങ്ങൾ മനസ്സിലാവുകയും അതിന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതാണ് നല്ലതെന്നുള്ളൊരു ചിന്ത ഉണ്ടാവുകയും ചെയ്തത്. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന് അപ്ലൈ ചെയ്യാം? അതെ, ഞാൻ ഈ ഡിഗ്രിയുടെ സമയത്ത് ഒരു ചെറിയ പ്രശ്നമുണ്ടായി. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ അടിയന്തരാവസ്ഥയായിരുന്നു. സ്വാഭാവികമായിട്ടും അന്നത്തെ ചെറുപ്പക്കാരൊക്കെ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയിലൊക്കെ പെട്ടവരായിരുന്നു, അല്പം വിപ്ലവം ഉണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു. അത് മാത്രമല്ല, എന്നെ പഠിപ്പിച്ചൊരു സാറ് വലിയൊരു കമ്മ്യൂണിസ്റ്റുകാരനുമായിരുന്നു, VA ചാക്കോ സാർ എന്നും പറഞ്ഞുകൊണ്ടൊക്കെ. സാറൊക്കെ എന്നെ ഇതൊരുപാട് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് ഈ കമ്മ്യൂണിസമൊക്കെ പ്രവർത്തനത്തിനൊക്കെ ഒരുപാട് ഒരു പ്രേരണ നൽകിയിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഒന്ന് ഒളിവിൽ പോകേണ്ടതായിട്ട് വന്നു. ചെറുതായിട്ടൊന്ന് ഒന്ന് പോയി. അപ്പോൾ ഞാനങ്ങനെ ഒളിവിൽ പോകേണ്ട കാര്യം വന്നു. അത് ഈ എൻ്റെ തന്നെ സുഹൃത്തുക്കൾ പറഞ്ഞു, തൽക്കാലം ഇവിടെ നിന്ന് മാറി നിൽക്കണം, അല്ലെങ്കിൽ ഞാൻ യാതൊരു നിഷ്കളങ്കമായ ജീവിതം നയിക്കുന്ന ഒരാളായിരുന്നു. യാതൊരു വിപ്ലവത്തിനോ അതൊന്നും പോയിട്ടില്ല. എങ്കിലും കുറേയേറെ പേരെ നമ്മളെ ഒരു നോട്ടപ്പുള്ളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ യാതൊരു കാര്യത്തിനും പോയിട്ടുമില്ല, അതാണ് വേറൊരു കാര്യം. പക്ഷെ അങ്ങനെ ഞാൻ ബോംബെയിലേക്ക് ഒന്ന് ഒളിവിൽ പോയി. ഈ വെറുതെ ഒരാൾ ഒളിവിൽ പോവുമോ? അന്ന് ഞാനൊരു ലേഖനമൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു, സാംസ്കാരിക വിപ്ലവം ഭാരതത്തിൽ നിന്നും പറഞ്ഞുകൊണ്ട്. അതൊക്കെ ഒരു വലിയൊരു ചില പ്രകോപനമായിരുന്നു. ഇപ്പം വായിച്ചാൽ ഒട്ടും പ്രകോപനമല്ല. അല്ല, പക്ഷേ അന്ന് ഈ ഒളിവിൽ പോകാൻ മാത്രം പ്രകോപനം ഉണ്ടാക്കാൻ തക്കതായിരുന്നു അത്. എനിക്കതിനെ അറിയത്തില്ല, എന്തിനാ ഈ ഒളിവിൽ പോകണമെന്ന് നിർബന്ധിച്ച് എന്നോട് അവർ പറഞ്ഞത് എന്തിനാന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. അന്ന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു പലരും ഒളിവിൽ പോയ കൂട്ടത്തിൽ. അടിയന്തരാവസ്ഥ കാലമാണത്. അടിയന്തരാവസ്ഥ കാലം 75-76 കാലം. 75-ലാണ് ഞാൻ ഫൈനൽ ഇയർ പഠിക്കൊണ്ടിരിക്കുന്നത്. 76-ലാണ് ഗ്രാജുവേഷൻ കഴിയുന്നത്. ഈ ബോംബെ പോയിട്ട് എവിടെ താമസിച്ചേ? എൻ്റെ ചിറ്റപ്പനുണ്ടായിരുന്നു, അച്ഛൻ്റെ അനിയൻ. അപ്പോൾ അങ്ങനെ അവിടുന്ന് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി കൂടുതൽ അറിയുകയും ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞ ശേഷം ടെസ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്ക് അവിടുന്ന് ഇൻ്റർവ്യൂവിന്. ടെസ്റ്റ് എവിടെ വെച്ചായിരുന്നു? തിരുവനന്തപുരത്ത് വെച്ചായിരുന്നു. ഞാൻ സെൻറ്റർ കൊടുത്തത് തിരുവനന്തപുരത്തായിരുന്നു. പിന്നെ അങ്ങനെ കഴിഞ്ഞപ്പോൾ എനിക്ക് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ കിട്ടി. ഏതായാലും ആ വർഷം തന്നെ കിട്ടി.
കിട്ടിക്കഴിഞ്ഞ് പിന്നെ അവിടെ അങ്ങ് ചേരുമായിരുന്നു. ഒരു ഇൻ്റർവ്യൂവിന് അവിടേക്കാണോ പൂനായിലേക്കായിരുന്നു. അപ്പോൾ അത് കിട്ടുമെന്നൊരു തോന്നലുണ്ടായിരുന്നു പോകുമ്പോൾ? കിട്ടുമോ എന്ന് എനിക്കറിയില്ലായിരുന്നു, എങ്കിലും കിട്ടട്ടെ എന്നുള്ള രീതിയിലായിരുന്നു. കാരണം എൻ്റെ ലക്ഷ്യം, എൻ്റെയോ എൻ്റെ അമ്മയുടെയോ ലക്ഷ്യം എന്നെ ഒരു അധ്യാപകനാക്കുക, മാത്തമാറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും, അല്ലെങ്കിൽ മാക്സിമം ചിലപ്പോൾ MSc ഒന്ന് പോകാനത്തേക്കുമായിരിക്കും എന്നുള്ള കവിഞ്ഞ് ഏതെങ്കിലും ട്യൂട്ടോറിയൽ കോളേജിലോ വല്ലതും പഠിപ്പിക്കാനുള്ളൊരു സാഹചര്യമേ അന്നത്തെ നിലപാടിൽ ഒക്കത്തുള്ളായിരുന്നു, അല്ലെങ്കിൽ സ്കൂളിലെ അധ്യാപകനായിട്ട്. അങ്ങനെ ആയിരുന്നൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഒരാഴ്ചത്തെ 10 ദിവസത്തെ എങ്ങാണ്ടൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ തിരിച്ച് വീട്ടിൽ വന്നില്ല, അവിടുന്ന് ബോംബെക്ക് തന്നെ അങ്ങ് പോയി. പിന്നെ അവിടുന്ന് പൂനെയിലോട്ട് വരികയായിരുന്നു. ഫസ്റ്റ് ഇയറിലെ കൂടെ ഒന്ന് ചേരുകയായിരുന്നു. എങ്ങനെയാണ് ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് കയറി വരുമ്പോൾ അവിടുത്തെ ഒരു അന്തരീക്ഷം, അല്ലെങ്കിൽ നമ്മളൊരു സാധാരണ ഒരു കോളേജിൽ പോകുന്നത് പോലെ ഒക്കെ തന്നെയാണോ, അതോ വേറൊരു അന്തരീക്ഷമാണോ? വളരെ വ്യത്യസ്തമായൊരു അന്തരീക്ഷമാണ്. ഭയങ്കര റാഗിങ് ഒക്കെ ഉണ്ടായിരുന്നു. റാഗിങ്ങിന് വേണ്ടി മാത്രമായിട്ട് സീനിയേഴ്സ് വരുമായിരുന്നു. ഈ പല കോഴ്സുകളാണല്ലോ അവിടെ പഠിക്കുന്നത്, അത് എന്തൊക്കെയായിരുന്നു അവിടെ? അപ്പോൾ ഞങ്ങൾ ചേരുന്ന ആ വർഷം ആ കൂടെ 30 സ്റ്റുഡൻസിനെ എടുക്കത്തുള്ളായിരുന്നു. ഒരു വർഷം? ഒരു വർഷം പല സ്ട്രീമിലേക്ക് എല്ലാം കൂടെ ചേർന്ന് 30 ഇൻ്റഗ്രേറ്റഡ് കോഴ്സാണ്. അപ്പോൾ ഇവർക്ക് അന്ന് ഡിസൈൻ ചെയ്തെന്ന് 2 വർഷത്തേക്ക് എല്ലാം പഠിക്കുക, അത് കഴിഞ്ഞ് ഫൈനൽ ഇയറിൽ ഓപ്ഷൻ തരിക എന്നുള്ളതായിരുന്നു, 3ാമത്തെ വർഷം എന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾ ഈ 2 വർഷത്തെ കോഴ്സ് തീർക്കുന്നതിന് 3 വർഷത്തിൽ കൂടുതലെടുത്തു. പിന്നെ ഫൈനൽ പ്രൊജക്റ്റ് എല്ലാം കൂടെ ചെയ്തപ്പോഴത്തേക്ക് ഏകദേശം ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 5 വർഷത്തോളം, 4 വർഷത്തിൽ കൂടുതൽ എന്തായാലും എടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും കൂടെ കോഴ്സ് വരുമ്പോൾ ഞാൻ നേരത്തെ തന്നെ വർക്ക് തീർത്തിട്ട് ഞാനിങ്ങ് പോയിരുന്നു, അത് വേറെ കാര്യം. എങ്കിലും മൊത്തം ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 5 years അവിടെ പഠിക്കേണ്ടതായിട്ട് ഉണ്ടായിരുന്നു. ഏതൊക്കെ കോഴ്സുകളാണ് അവിടെ? ഡയറക്ഷൻ, എഡിറ്റിങ്, ഫോട്ടോഗ്രാഫി, പിന്നെ ഓഡിയോഗ്രാഫി, ആക്ടിങ് എല്ലാം ഉണ്ട്. ആ ഡയറക്ഷൻ ഇങ്ങനെ എല്ലാത്തിൻ്റെ സബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ രാവിലത്തെ മോർണിംഗ് സെഷൻ മുഴുവൻ തിയറി ക്ലാസ്സും, ഉച്ച കഴിഞ്ഞ് ഇതുമാണ് പ്രാക്ടിക്കൽസുമാണ്. ഇപ്പം ഞാൻ പറയുന്നത് ഈ ഇമാജിനറി ലൈന് ഇതുപോലെയൊക്കെയുള്ള 30 ഡിഗ്രി ആംഗിൾ ഇങ്ങനെയുള്ള അതിൻ്റെ വ്യാകരണങ്ങളുണ്ട്, വ്യാകരണ നിയമങ്ങൾ, അതൊക്കെ നമ്മളെ പഠിപ്പിക്കും. അത് പിന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞ് അത് അന്ന് ഫിലിമേലാണ് ഷൂട്ട് ചെയ്യുന്നത്, 16mm ഫിലിമേലൊക്കെയാണ് ഷൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഡെവലപ്പ് ചെയ്തിട്ട് നമ്മൾ അത് അന്നേരം തന്നെ ഡെവലപ്പ് ചെയ്യും. അന്ന് അതില്ല, ഒരു 2-3 ദിവസം എടുക്കും. എടുത്തതിന് ശേഷം ഇത് കണ്ടിട്ട് എന്തെങ്കിലും നമ്മൾ എടുത്തതിനകത്ത് ന്യൂനതയുണ്ടെങ്കിൽ അതൊക്കെ സാറന്മാർ പറഞ്ഞു തരികയും ചെയ്യും. അപ്പോൾ അന്ന് നിങ്ങളെ പഠിക്കുക എന്ന് പറയുന്നത് വലിയ കോസ്റ്റ്ലി അഫെയർ ആണല്ലോ. വലിയ കോസ്റ്റ്ലി അഫെയർ, കാരണം ഇത് ഓരോ പരിശീലനത്തിനും ഇതാണ് ഫിലിം വേണ്ടേ? ഫിലിം വേണം, വളരെയധികം വേണം. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഞങ്ങളിപ്പം 30 പേര് 10 പേര് വെച്ചുള്ള 3 ഗ്രൂപ്പായിട്ട് തരം തിരിച്ചു. നമ്മൾ എഡിറ്റിംഗ് ആകുമ്പം വേറൊരാൾ ക്യാമറ ആയിരിക്കും, എ ഗ്രൂപ്പുകാർ ക്യാമറ ആയിരിക്കും, ആ സമയത്ത് സി ഗ്രൂപ്പുകാർ ശബ്ദത്തിൽ പോകും. ഇങ്ങനെയൊക്കെയുള്ള മാറി മാറിയാണ് ഇത് വന്നുകൊണ്ടിരുന്നത്. അങ്ങനൊരു പ്രാക്ടിക്കൽസാണ് ഉച്ചയ്ക്ക് കൂടുതലായിട്ടും. നിങ്ങൾ തന്നെ പ്രോജക്റ്റുകൾ ചെയ്യേണ്ട സ്റ്റേജ് എപ്പോഴാണ്? അത് ഇതിൻ്റെ ഫസ്റ്റ് ഇയർ ആദ്യത്തെ സെമിസ്റ്റർ കഴിയുമ്പോൾ ഒരു വർക്കുണ്ട്, അത് സ്ലൈഡ് പ്രൊജക്റ്റാണ്. ഫസ്റ്റ് ഇയറിൻ്റെ തന്നെ സെക്കൻഡ് സെമിസ്റ്റർ കഴിയുമ്പോഴത്തേക്ക് നമ്മളൊരു കണ്ടിന്യൂറ്റി ഫിലിമുണ്ട്, ആക്ഷൻ കണ്ടിന്യൂറ്റി. ഇങ്ങനെയുള്ള കണ്ടിന്യൂറ്റിയെ പറ്റിയൊക്കെ അപ്പോഴത്തേക്ക് നമുക്ക് ക്ലാസ് എടുത്തിരിക്കും. ഇതിപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്നത് ഈ ആക്ഷൻ കണ്ടിന്യൂറ്റി എന്നൊക്കെ പറയുന്നത് നിങ്ങളൊക്കെ പഠിച്ച കാലത്തും പിന്നീട് വന്ന തലമുറയും ഒക്കെ അതൊക്കെ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ചിരുന്ന കാര്യമാണ്. ഇപ്പോഴത്തെ സിനിമകളിലും ഇപ്പോഴത്തെ ടെലിവിഷനിലും സോഷ്യൽ മീഡിയയിൽ കാണുന്ന വിഷ്വൽസിലും ഒക്കെ അന്ന് പഠിച്ച് എന്തെങ്കിലും തിയറി അപ്ലൈ ചെയ്യുന്നതായിട്ട് ഇപ്പോൾ തോന്നിയിട്ടുണ്ടോ? ആകസ്മികമായിട്ടൊക്കെ കാണാറുണ്ടോ? കൈൻഡ് ഓഫ് അബ്യൂസിങ് ദി മീഡിയം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. മിസ്യൂസ്, അബ്യൂസ്, ഇങ്ങനെ ഇപ്പോൾ പേന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാനായിട്ട്, പേപ്പറിൽ എഴുതാനായിട്ടായിരിക്കും. അപ്പോഴായിരിക്കും പറയുന്നത്, ഞാൻ വഴിക്ക് വെച്ചായിരിക്കും പറയുന്നത്, ഈ നമ്പർ ഒന്ന് കുറിച്ചോണമെന്ന് ചിലപ്പോൾ കയ്യുടെ വെള്ളയിൽ എഴുതും. അത് മിസ്യൂസ് ചെയ്യാൻ, ഇറ്റ് ഈസ് നോട്ട് ഡിസൈൻ ഫോർ ദാറ്റ് പർപ്പസ്. കയ്യിൽ എഴുതാനോ അല്ലെങ്കിൽ ഭിത്തിയിൽ എഴുതാനോ ഇട്ടല്ല. പക്ഷേ എന്നാലും എഴുതുക എന്ന് പറഞ്ഞൊരു പ്രക്രിയയാണ്. മൂന്നാമത് ചിലപ്പം എന്തെങ്കിലും ഒരു പിന്നെ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഫാൻ കേടാണെങ്കിൽ ഇതൊന്ന് കറക്കാനൊക്കെ പേന ഉപയോഗിക്കും. അത് അബ്യൂസാണ്. അപ്പോൾ മീഡിയത്തെ അങ്ങ് അബ്യൂസ് ചെയ്തിരിക്കുകയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അപ്പോൾ ഇതിൻ്റേതായ ഒരു സൗന്ദര്യശാസ്ത്രമുണ്ട് കേട്ടോ. അത് നമ്മൾ ഈ ഗ്രാമർ പഠിക്കുന്നത് നല്ലതാണ്, അതിൻ്റേതായ. പക്ഷേ ഈ സൗന്ദര്യശാസ്ത്രം അറിയാത്ത സമൂഹത്തിലേക്ക് ഈ സൗന്ദര്യശാസ്ത്രമുള്ള ഒരു പ്രോഡക്റ്റ് എത്തിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കല എത്തിക്കുമ്പോൾ ഈ പ്രശ്നം ഉണ്ടാവില്ലേ? അതിൻ്റെ ഒരു പെർഫെക്ഷനുണ്ട്. അത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ലക്ഷണയുക്തമായ രീതിയിൽ ഒരു ഭംഗിയുണ്ട്, അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. ഈ ബോധ്യമൊക്കെ ഉണ്ടാക്കാൻ ഈ ക്ലാസ് എടുക്കുക മാത്രമല്ലല്ലോ ചെയ്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് ധാരാളം മാതൃകാ സിനിമകൾ കാണേണ്ട അവസരം ഉണ്ടാവില്ല? ഒരുപാട് സിനിമകൾ കാണാം. എല്ലാ ദിവസവും വൈകിട്ട് ഫിലിം അപ്രീസിയേഷൻ എന്ന് പറഞ്ഞൊരു പേപ്പർ തന്നെയുണ്ട്. സതീഷ് ബഹദൂർ സാറായിരുന്നു അത് എടുത്തുകൊണ്ടിരുന്നത്. വളരെ അതുകൊണ്ട് ഈ സിനിമയുടെയൊക്കെ ഓരോന്നിനെയും പറ്റി അതിനെ വിശദീകരിച്ച് ഓരോന്നിനെ പറ്റിയും പറഞ്ഞു തരികയും അതെങ്ങനെയാണ് എടുത്തതെന്നുള്ളതും അതിൻ്റെ കുറേയേറെ കാര്യങ്ങൾ. അത് എനിക്ക് പൂർണ്ണമായിട്ട് ഇപ്പോഴും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അതിന് ആസ്വാദനത്തിന് ഒരു ഗുരുനാഥൻ വേണം. ഇപ്പോൾ കഥകളിക്കൊക്കെ വന്ന കുഴപ്പം അതാണ്. അതെങ്ങനെ ആസ്വദിക്കണം, അതിൻ്റെ രംഗഭാഷ എന്താണ്, അതിൻ്റെ ഭാഷയെപ്പറ്റി
ഒരു ആസ്വദിക്കാൻ ഒരു ഗുരുനാഥനില്ലാത്തതുകൊണ്ട് നമ്മൾ ചുമ്മാ ഇരിക്കുക, നമുക്ക് ബോറടിക്കുകയും ചെയ്യും. എന്ന് പറയുന്നതിൽ സിനിമയുടെ ആണെങ്കിലും അതിൻ്റേതായ സാങ്കേതികത്വം അറിഞ്ഞ് അതിൻ്റെ ലക്ഷണയുക്തത മനസ്സിലാക്കി പഠിപ്പിക്കുന്ന ഒരു അപ്രിസിയേഷന് ഒരു ഗുരു ആവശ്യമാണ്. മുൻകാലങ്ങളിൽ ഇത്തരത്തിലുള്ള നിരൂപകരുണ്ടായിരുന്നു, സിനിമാ നിരൂപകർ സീരിയസ് ആയിട്ട് തന്നെ സമീപിക്കുന്നവരുണ്ടായിരുന്നു. ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലെ പിള്ളേർ ചില ഭ്രാന്തന്മാരൊക്കെയാണ് സിനിമ ആദ്യം ഇറങ്ങുമ്പോഴേ നിരൂപിക്കാനായിട്ട് ചെയ്യുന്നത്. ഭയങ്കര കഷ്ടമാണ്, ഭയങ്കര. എന്നിട്ട് പടം തീരുന്നതിന് മുമ്പ് തന്നെ ഇടയ്ക്ക് വെച്ച് നിരൂപിച്ച് കഴിയും. അത് വളരെ ദാരുണമായ ഒരവസ്ഥയാണ്. ഈ പടത്തെപ്പറ്റി ഇവർക്ക് മാധ്യമത്തെപ്പറ്റിയുള്ള അറിവും ഇല്ല. അതുകൂടെ അറിഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അതിന് പ്രേക്ഷകർ പറയുന്നത് ഞങ്ങൾക്കിത് മതി, ഞങ്ങൾക്കിതെന്താ ഈ നിയമം അറിയുന്നതെന്നുള്ളതാണ് ചോദ്യം. ഞാൻ ചോദിക്കുന്ന സമൂഹത്തിൻ്റെ ഇത്തരത്തിൽ സമൂഹത്തെ ഒരു കലയെ ആസ്വദിക്കാൻ പഠിപ്പിക്കേണ്ടതാണ്, അല്ലെങ്കിൽ കലാസ്വാദനം പാഠപുസ്തകത്തിൽ തുടങ്ങേണ്ടതാണ് എന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ആ ആസ്വാദന ബോധമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ കെട്ടിടം പണിയുന്നിടത്തും വഴിയരിക് ഡിസൈൻ ചെയ്യുന്നിടത്തും വീട് പണിയുന്നിടത്തും വസ്ത്രം തിരഞ്ഞെടുക്കുന്നിടത്തും സിനിമ കാണുന്നിടത്തും പുസ്തകത്തിൻ്റെ കവർച്ചട്ട മുതൽ അതിൽ നമ്മുടെ നിത്യജീവിതത്തെ തന്നെ ഡിസൈൻ ചെയ്യുന്നിടത്ത് പോലും ഒരു എസ്തെറ്റിക് സെൻസ് ഇല്ലാതെ പോകുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് പഠിപ്പിക്കേണ്ടതല്ലേ ശരിക്കും? തീർച്ചയായിട്ടും ഒരു സമൂഹ ബോധമുണ്ട്. എൻ്റെ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരൊക്കെ പഠിക്കുന്ന സമയത്ത് പൗരധർമ്മം എന്നും പറഞ്ഞൊരു പേപ്പറുണ്ട്, സിവിക്സ് എന്നും പറഞ്ഞുണ്ട്. അപ്പോൾ എങ്ങനെ ഒരു സൊസൈറ്റി ജീവിക്കണം എന്നുള്ളതിനെപ്പറ്റി പാഠപുസ്തകത്തിലുണ്ടായിരുന്നു, നമ്മളെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇപ്പോഴതൊന്നുമില്ല. അപ്പോൾ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നാൽ നിങ്ങൾ ആ ക്യാമ്പസിൽ തന്നെയല്ലേ താമസിക്കുന്നത്? അതെ അതെ, ക്യാമ്പസ് ഹോസ്റ്റല് തന്നെയായിരുന്നു. ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആകെ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് 100 താഴെ കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അവിടെയൊക്കെ വെച്ച് നിരവധി പേര് പ്രണയിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. സാറിന് അങ്ങനെയുള്ളൊരു സൗകര്യം ഒന്നും തോന്നില്ലേ? അങ്ങനൊരു സൗകര്യം ഇല്ല എന്ന് പറയാം. എന്നാൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു താനും. പക്ഷെ ഒരു മറ്റേ പണ്ട് എം.എൻ. വിജയൻ മാഷ് പറയുന്ന രീതിയിൽ നഷ്ടപ്പെട്ട പ്രണയം കവിതയും സഫലീകൃതമായ പ്രണയം കുടുംബകലഹവുമാണെന്ന് പറയും. അപ്പം ആ കവിതകളാണ് കൂടുതലുണ്ടായിട്ടുള്ളത്. അതിപ്പോഴും ആ സൗഹൃദം ഉണ്ടെന്നുള്ളതാണ്. എങ്ങനെയായിരുന്നു ശരിക്കും അവിടുത്തെ ജീവിതം? ഈ കേരളത്തിലെ ആ കാലഘട്ടത്തിൽ 70കളിലെ ജീവിതമായിട്ട് നോക്കുമ്പോൾ വളരെ വിപ്ലവകരമായ ജീവിതമായിരുന്നില്ല? തീർച്ചയായിട്ടും. ഞാൻ ഈ പൂനായിൽ ജീവിക്കുകയായിരുന്നു എന്ന് പറയുന്നതായിരിക്കും ഒന്നുകൂടെ ശരി. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനം അതിനകത്തൊരു ഭാഗമാണ് എങ്കിൽ പോലും അവിടെ ഓഷോ രജനീഷിൻ്റെ അടുത്തൊക്കെ പോകാനും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാനും, അന്ന് ഓഷോ ആയിരുന്നില്ല, ഭഗവാൻ രജനീഷ് എന്നായിരുന്നു ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാമ്പസിന് പുറത്തുള്ള ജീവിതമായിരുന്നു കൂടുതലുണ്ടായിരുന്നു. അതും എനിക്കുണ്ടായിരുന്നു. ഈ ഓഷോ രജനീഷിനെ നേരിട്ട് കണ്ട അപൂർവം ചിലരിൽ ഒരാളാണ് ഞാൻ. എനിക്ക് അദ്ദേഹത്തിൻ്റെ പ്രസംഗം പല പ്രാവശ്യം ഞാൻ കേൾക്കാനായിട്ട് സാധിച്ചു. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തങ്ങൾ ശരിക്കും സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ആൾക്കാർ ദുർവ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അത് ആ രീതിയിലായിരുന്നില്ല. അത് എനിക്ക് ഏറ്റവും വലിയ അത്ഭുതം തോന്നി. എന്നെ കൊണ്ടുവന്ന് ഇപ്പം കെ.ആർ. നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരത്തെ ഇരുന്ന മറ്റേ ശങ്കർ മോഹൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹമായിരുന്നു അന്ന് രജനീഷ് ആശ്രമത്തിലെ ശിഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരൊക്കെ മാറ്റിയിട്ട് ശങ്കർ ഭാരതി എന്നൊക്കെ ആക്കിയിരുന്നു. അപ്പോൾ അദ്ദേഹം പുള്ളിയാണ് എന്നെ കൂട്ടിക്കൊണ്ട് അവിടെ പോകുന്നത്. അദ്ദേഹം അവിടുത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു, FTA പഠിക്കുകയായിരുന്നു. എൻ്റെ ഒരു വർഷം സീനിയറായിട്ടായിരുന്നു ശങ്കർ മോഹൻ. അപ്പോൾ ആ സമയത്തായിരുന്നു ഈ ഇവിടെ ഞാൻ ഓഷോയുടെ അടുത്ത് പോവുകയാണ്, ഒന്ന് ഓഷോയല്ല ഭഗവാൻ രജനീഷിൻ്റെ അടുത്ത് പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ടൊക്കെയായിരുന്നു പറഞ്ഞു. എന്നെ ക്ഷണിച്ചു. അപ്പം അന്നത്തെ കാലത്ത് ഷോലയൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഡ്രസ് സർക്കിൾ എന്ന് പറയുന്നൊരു ഇതുണ്ട് നാട്ടാർ തിയേറ്ററിൽ. അതിന് 5 രൂപയാണ് ടിക്കറ്റ് ചാർജ്. ഈ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കണമെങ്കിൽ 10 രൂപ കൊടുക്കണം. അപ്പോൾ ഞാൻ ഇല്ലാത്ത പൈസ ഉണ്ടാക്കി പല പ്രാവശ്യം കടം മേടിച്ചുമൊക്കെ ഇദ്ദേഹത്തിനെ ഒരിക്കൽ ചെന്നതിന് നമ്മളങ്ങ് അഡിക്റ്റഡായി. ഇപ്പം എൻ്റെ ഒരു വിൽ പവർ കൊണ്ടാണ് ഞാൻ ശിഷ്യനാകാതിരുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എന്നെ അതുപോലെ അങ്ങ് ഒരു മെസ്മറൈസിങ് ഒരു അനുഭൂതിയാണ്. അതാണ് പ്രസംഗം കൊണ്ടാദ്യം അത് എനിക്ക് ആദ്യം കേട്ടപ്പോൾ തന്നെ എന്നെ ഭയങ്കരമായിട്ട് എന്നെ അസ്വസ്ഥനാക്കിയിരുന്നു. എന്തായിരുന്നു അസ്വസ്ഥനാക്കിയ വിഷയം? അദ്ദേഹം പറഞ്ഞു ആദ്യം നമ്മൾ ചെന്ന് കഴിഞ്ഞ ശേഷം ഒരു നിലത്താണ് ഇങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ. അപ്പോൾ അവിടെ ഇങ്ങനെ നേരത്തെ 7 മണിക്ക് അവിടെ എത്തണം. 7 മണി. അപ്പോൾ അതിന് തലേദിവസം നമ്മൾ കുളിക്കാൻ പാടില്ല. കുളിക്കാം മീൻസ് സോപ്പ് ഇടാനൊക്കത്തില്ല, സോപ്പ് പുരട്ടാനൊക്കത്തില്ല, പൗഡർ ഇടാനൊക്കത്തില്ല. ഇതൊക്കെയുള്ള നിബന്ധനകളുണ്ട്. അതൊക്കെ എന്നോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പോൾ നമ്മളോട് കയറി ചെല്ലുന്നുണ്ടെങ്കിൽ നമ്മളെ മണപ്പിച്ചാണ് 2 പേര് കയറ്റി അങ്ങോട്ട് വിടുന്നത് തന്നെ. സോപ്പിന് മണം ഉണ്ടോ എന്ന് പറയാൻ. എന്നിട്ട് അങ്ങോട്ട് കയറ്റി അങ്ങ് വിടും. കുറേ പേരൊക്കെ അങ്ങനെ എല്ലാത്തിനും വേറെ മാറ്റി നിർത്തിയിട്ടുമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിലത്ത് ഇങ്ങനെ വിളിക്കും. അപ്പോൾ അന്ന് ഈ സാഫ്രോൺ അല്ലാത്ത വസ്ത്രധാരണം ചെയ്ത് ഞാനും മാത്രമേ ഉള്ളെന്ന് തോന്നുന്നത്. 2 പേര് വളരെ പേരേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ ഭഗവാന്റെ പ്രസംഗം ഇങ്ങനെ കണ്ണടച്ച് കേട്ടുകൊണ്ടിരിക്കുക. പുള്ളി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞ ശേഷം ഇങ്ങനൊരു 180 ഡിഗ്രി ഫാൻ ഉണ്ട്. അത് കഴിഞ്ഞ ശേഷമാണ് പ്രസംഗം അങ്ങോട്ട് ഒരു സോഫയിൽ ഇരുന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്. അപ്പോൾ അത് നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് ആദ്യം കമ്മ്യൂണിസം ഇസ് എ ഫിക്ഷൻ എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങിയത്. അത് നെഞ്ചിന് കൊണ്ടൊരു അടിയായിട്ടാണ് അതിന് തോന്നുന്നത്.
അപ്പോൾ പണ്ട് ശ്രീനിവാസ് ഇപ്പം തിരിഞ്ഞു നോക്കുമ്പോഴോ ഇപ്പോൾ അത് പോട്ടെ, കമ്മ്യൂണിസത്തിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പം അത് BMC കാറിന് കുഴപ്പമൊന്നുമില്ല. ഡ്രൈവിംഗ് അറിയാത്തതിൻ്റെ കൊടുത്തിട്ട് കാര്യമുണ്ടോ? അങ്ങനെയുള്ളൊരു പ്രശ്നമേ ഉള്ളൂ. ക്യാപിറ്റലിസം ഇസ് റിയൽ എന്ന്, കമ്മ്യൂണിസം ഇസ് എ ഫിക്ഷൻ എന്നും പറഞ്ഞ പ്രസംഗിക്കുകയൊക്കെ ചെയ്ത് അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അറബിക്കഥയ്ക്കകത്ത് ശ്രീനിവാസൻ ചെയ്യുന്ന രീതിയിൽ അത് 7 മുതൽ 9 മണിയാകുമ്പോഴത്തേക്ക് ഗ്യാപ്പ് തരും. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനുള്ള സൗകര്യം രാവിലെ 7 മണിക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഈ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ 1 മണിക്കൂർ 1.5 മണിക്കൂർ ഉണ്ട്. അത് ഈ ചോദ്യോത്തര പങ്ക്തിയാണത്. അപ്പോൾ ഈ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാനിങ്ങനെ ടോയ്ലറ്റിൽ ചെന്ന് 2 ഇൻഗ്രാഫ്സ് എന്താ പറഞ്ഞിട്ടാണ് മനസ്സൊന്ന് നേരെ ഇത് മെത്തഡോളജി ഇദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്നത് അസാമാന്യമായ രീതിയിലുള്ള ഒരു 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 പ്രസൻറ്റേഷൻ സ്റ്റൈലാണ്. ഗാന്ധിജിയെ കാണുന്നൊരു കാര്യമൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ നിന്നും കുറച്ച് ദൂരെ അകലെയാണ് റെയിൽവേ സ്റ്റേഷനുണ്ട്. അതുവഴി ഗാന്ധിജി വരുന്നുണ്ടെന്ന് പറഞ്ഞ് ബാലനായ രജനീഷ് അവിടെ ചെല്ലുകയാണ്. അതും നടന്നും വലിയ കഷ്ടപ്പെട്ടൊക്കെയാണ്, ഒരുപാട് സമയമൊക്കെ എടുത്തിട്ടാണ്. ഉച്ചയ്ക്ക് 1 മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ട്രെയിൻ വന്നപ്പോഴത്തേക്ക് 4 മണിയായി. അപ്പം മഹാത്മാഗാന്ധി കീജെ എന്നും പറഞ്ഞിട്ട് ഇവരെല്ലാം കൂടെ ആൾക്കാരങ്ങ് നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം അവിടെ ചെന്നപ്പോൾ ഗാന്ധിജിയുടെ കയ്യിലൊരു ഹുണ്ടികയുണ്ടായിരുന്നു, ഹരിജൻ എന്ന് പറഞ്ഞാൽ. അത് പത്രത്തിൻ്റെ ആണെന്നോ അല്ലെങ്കിൽ ഹരിജൻസിന് വേണ്ടിയുള്ള ഫണ്ടാണെന്നോ എന്നറിയത്തില്ല. ആ സമയത്ത് രജനീഷ് എന്നിട്ട് ഈ ഇതിങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ ക്ലാസ്സിലെ ഹരിജൻ കുട്ടികൾക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ രജനീഷിൻ്റെ അടുത്ത് ഗാന്ധിജി ഒരു തള്ളു കൊടുക്കുക അങ്ങോട്ട് ചെയ്തെന്ന് പറഞ്ഞു. അപ്പം പുള്ളി തള്ളിയപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയാനില്ലല്ലോ, തിരിച്ച് ഈ ലേറ്റ് നൈറ്റിൽ as soon as I reached my home, my mother asked me, my son, did you see Mahatma Gandhi? I replied, I saw Mohandas Karamchand Gandhi, not the Mahatma. ആ പ്രസൻറ്റേഷനിലാണ് അദ്ദേഹം അവിടെ നിങ്ങളെ കൺവിൻസ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങളോട് പറയാൻ ശ്രമിച്ച വിഷയം എന്താണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജി എന്താണെന്നാണ് അവിടെ പറയാൻ ശ്രമിച്ചത്? അത് അതായത് ലിവ് ഇൻ പ്രസൻറ്റ് എന്നുള്ളതാണ്. നമ്മൾ ഭാവിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ സ്വർഗം കിട്ടും അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ രജനീഷിൻ്റെ അല്ലെങ്കിൽ ഓഷോ രജനീഷിൻ്റെ ആശ്രമത്തിൽ പോകുന്നത് തന്നെ പണ്ടൊരു കാലത്ത് ഈ ഫ്രീ സെക്സ് പ്രതീക്ഷിച്ച് പോയവരായിരുന്നു. നല്ല ശതമാനം ആൾക്കാരുമുണ്ട്. മാത്രം ഒന്നത്, രണ്ടാമത്തെ കാര്യം പിന്നെ ഒരു ഫാഷനുമായിട്ട് പോയവരുമുണ്ട്. പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളെല്ലാം കേട്ട് എനിക്ക് വളരെയധികം അതിൻ്റെ ദാർശനികത ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഒരെടുത്ത് പറയേണ്ടുന്നൊരു കാര്യമാണ്. രാവിലെയുള്ള പഠനം, തിയറി പഠനം, ഉച്ച കഴിഞ്ഞുള്ള പ്രാക്ടിക്കൽസ് ഇതോടെ തീരുകയാണ് അതോ വൈകുന്നേരങ്ങളിലും വീണ്ടും സജീവമാണ്? സിനിമയുണ്ട്. വൈകിട്ട് 5 മണിക്ക് ഫിലിം അപ്രീസിയേഷൻ്റെ ഒരു ക്ലാസ് വീണ്ടും ഉണ്ട്. അത് ഈ സാറാണ്, എന്നിട്ട് പടം വിട്ടിട്ടും പോവും. അത് കഴിഞ്ഞ് രാത്രി 9 മണിക്ക് വേറൊരു സ്ക്രീനിങ്ങും ഉണ്ട്. അപ്പം ധാരാളം ചിത്രങ്ങളെന്ന് ആ മാസ്റ്റേഴ്സിൻ്റെ എല്ലാം വർക്കുകളെല്ലാം കാണാനൊരു സാഹചര്യമുണ്ട്. എനിക്ക് അവിടെ വെച്ച് മറക്കാനാവാത്ത മറ്റൊരു അധ്യാപകൻ എന്ന് പറഞ്ഞാൽ ഭാസ്കർ ചന്ദവാക്കർ എന്നും പറഞ്ഞ സാറുണ്ട്. അദ്ദേഹം സംഗീതത്തിൻ്റെ പ്രൊഫസറായിരുന്നു. ഇദ്ദേഹത്തിന് എന്നോട് വലിയൊരു വാത്സര്യമുണ്ട്. ഇതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു സിത്താറിസ്റ്റും കൂടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം അവിടെ ഇദ്ദേഹത്തിൻ്റെ ഒരു കച്ചേരി നടക്കുന്നുണ്ട്. അപ്പം അത് അറ്റൻഡ് ചെയ്യാനായിട്ട് വെളിയിൽ നിന്നുള്ള ആൾക്കാരാണ് കൂടുതലും വന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് കയറാം. അപ്പോൾ എൻ്റെ തൊട്ടിങ്ങപ്പുറത്ത് അപൂർവ യാഗ്നിക്കെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടിയൊക്കെ ഉണ്ട്. പുള്ളിക്കാരി എൻ്റെ എഡിറ്ററൊക്കെ ആയിരുന്നു ഫൈനൽ ഇയർ പ്രൊജക്റ്റിലൊക്കെ. അപ്പോൾ ഞങ്ങൾ ഈ കച്ചേരി കേൾക്കാൻ ഇപ്പോൾ എനിക്കങ്ങ് ഭയങ്കരമായിട്ടൊരു, ഞാൻ ആദ്യമായിട്ടാണ് സിത്താർ എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെൻറ്റ് കാണുന്നത്. അന്ന് അതിന് മുമ്പ് ഇങ്ങനെ പടത്തിലൊക്കെ കണ്ടിട്ടുള്ളതല്ലാതെ യഥാർത്ഥത്തിൽ ലൈവായിട്ടുള്ളൊരു ഇത് കാണുന്നത് അന്നായിരുന്നു. ഇത് ഒരു കച്ചേരി അങ്ങോട്ട് നടത്തി. എനിക്കങ്ങ് ഭയങ്കരമായിട്ടങ്ങ് ആസ്വദിച്ചു. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സമയത്ത് ഈ മറ്റേ ഓഡിയൻസിൻ്റെ കൂടെ തന്നെ അവരെ ഒരു ബീറ്റേ വന്നുകൊണ്ട് നിൽക്കുന്ന സമയം വാ വാ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഞാനിതങ്ങ് ഏറ്റെടുത്തു വാ എന്നൊക്കെ പറഞ്ഞു. ആ സ്ഥാനത്തും അസ്ഥാനത്തും കയറുന്നു വാ വാ വെക്കാൻ തുടങ്ങി. അപ്പം ഈ അപൂർവം എനിക്കൊരു നൂല് തരും ആവശ്യമില്ലാത്ത സമയത്ത് വാ വെക്കുന്ന സമയത്ത്. അത് കഴിഞ്ഞപ്പോഴത്തേന് പിറ്റേ ദിവസം തന്നെ ഞാൻ അദ്ദേഹത്തെ ചെന്ന് കണ്ടു. ഞാൻ പറഞ്ഞു, എനിക്ക് സാറേ സംഗീതം പഠിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്, സിംഹത്തിൻ്റെ മടയിലാണ് വന്നതെന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ. അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ എന്നെ ഒന്ന് സൂക്ഷിച്ചത് നോക്കിയിട്ട് വേറെ 2 ഗസ്റ്റ് ഒരാളുണ്ടായിരുന്നു. നോക്കിയിട്ട് ഹരിപ്രസാദ് ചൗരസ്തയുടെ ആൾക്കാരെല്ലാം ഗുസ്തിക്കാരായിരുന്നു പൂർവികരും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നൊരു കട്ടയാനാണ്, ഒരു കലാകാരൻ്റെ ഒരു ഉശാന്താടിയോ അങ്ങനെയുള്ള ഒരു സ്വഭാവമൊന്നുമല്ല, ഒരു ബോൾഡായിട്ടുള്ളൊരു ആളായിട്ടായിരുന്നു തോന്നിയിരുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. പക്ഷേ എന്നാലും പറഞ്ഞു, ഒരു കാര്യം ഏതാണ് താല്പര്യം? ഞാൻ പറഞ്ഞു, ഇങ്ങനെ സിത്താർ പഠിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമെന്ന് പറഞ്ഞു. ആദ്യം വായ്പാട്ടൊന്ന് പഠിക്കേ എന്നിട്ടാട്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മറാത്തേന്നും പറഞ്ഞൊരു സാറ് അവിടെ വരുമായിരുന്നു. അപ്പോൾ ഇദ്ദേഹം വന്നു കഴിഞ്ഞ ശേഷം ഹാർമോണിയൊക്കെ വെച്ചിട്ട് ഞങ്ങളെല്ലാം കൂടെ കുറച്ച് പേര് ഈ അപൂർവയൊക്കെ ഒന്ന് പഠിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഇതെനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല,
ഞാൻ നമിച്ചത് സംഗീതജ്ഞന്മാരുടെ മുന്നിലേ ഉള്ളൂ. അപ്പോൾ ഈ വൈകുന്നേരങ്ങൾ ഇങ്ങനെ സജീവമായ ഒരു ജീവിതത്തിൻ്റെ ഭാഗം തന്നെയായിരുന്നു അല്ലേ? സിനിമയുടെ ആസ്വാദനം അല്ലെങ്കിൽ സംഗീതം, ഇങ്ങനെയുള്ള കലാപ്രവർത്തനങ്ങൾ. അതെ. അപ്പോൾ അന്നത്തെ കാലത്ത് ഈ കൊച്ചു ഫിലിംസിലൊക്കെ അഭിനയിച്ചതൊക്കെ നമ്മുടെ ഈ NSD എന്നൊക്കെ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ എന്ന് കുറേ പേര് വന്നിട്ടുണ്ട്. ഈ അനുപം ഖേർ, അദ്ദേഹമൊക്കെ ഞങ്ങളുടെയൊക്കെ ഫസ്റ്റ് ഇയർ ഫിലിംസിലൊക്കെ അഭിനയിച്ചിട്ടുള്ളതാണ്. അനങ് ദേശായി എന്നൊക്കെ പറഞ്ഞിട്ട് അവർ, പിന്നെ ഒരു സതീഷ് കൗശിക് എന്നൊക്കെ പറഞ്ഞുള്ള ഇവരൊക്കെ ഫസ്റ്റ് ഇയറിൽ ഞങ്ങളുടെയൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സസൈസുകളിലാണ് ആദ്യമായിട്ട് അഭിനയിച്ച് തുടങ്ങിയതൊക്കെ. ശരി. ഇന്ന് പ്രമുഖരായി തീർന്ന അല്ലെങ്കിൽ പിൽക്കാലത്ത് പ്രമുഖരായി തീർന്ന മലയാള സിനിമയിലെ ആളുകൾ ആരൊക്കെയാണ് അന്ന് ആ കാലത്തുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതിന് തൊട്ട് മുമ്പോ അതിന് ശേഷമോ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു? എൻ്റെ ബാച്ചിൽ പഠിച്ച ഞാനുണ്ട് സുകുമാരൻ നായരെന്ന് പറഞ്ഞ ആളുണ്ട്. പിന്നെ ശരചന്ദ്രൻ ഏഷ്യാനെറ്റിൻ്റെ VP ആയിരുന്നല്ലോ, വൈസ് പ്രസിഡൻ്റ് ആയിട്ടിരുന്ന. ഞങ്ങൾ 3 പേരും ഒരു ബാച്ചിലായിരുന്നു. ഞങ്ങളുടെ സീനിയർ ബാച്ചിൽ ഈ ശങ്കർ മോഹൻ എന്ന് പറഞ്ഞ ആൾ, പിന്നെ ഒരു K ബാലകൃഷ്ണൻ എന്നും പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അതിൻ്റെ സീനിയറായിരുന്നു മറ്റേ ഐസക് തോമസ് കോട്ടുകാപ്പള്ളിയും, പിന്നെ ഈ ബാലകൃഷ്ണൻ AK ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ എൻ്റെ ജൂനിയറായിട്ടാണെങ്കിൽ ഒരു ബാബു ജോസഫ്, ദിനേശ് ബാബു മഴവില്ലെന്നൊക്കെ പറഞ്ഞ സിനിമയൊക്കെ എടുത്ത്. അതിൻ്റെ താഴത്തെ ബാച്ചിലാണ് വേണുവേ, അതിൻ്റെ താഴത്തെ ബാച്ചിലാണ് ബീനായും സണ്ണി ജോസഫും ഒക്കെ. അതിൻ്റെ താഴത്തെ ബാച്ചിലാണ് ജയനും പിന്നെ ഇയാളുമൊക്കെ, എന്താണ് നമ്മുടെ സന്തോഷ് ശിവനും ഒക്കെ. അപ്പോൾ ഞങ്ങൾ ഇത്രയും വർഷം കൂടുതൽ എടുത്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ മുകളിലോട്ടും പുറകോട്ടും താഴോട്ടും ആൾക്കാർ ഉണ്ടായിരുന്നു ഒരേ സമയത്തുണ്ടായിരുന്നു. ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇങ്ങനെ ഒരു പഠനം ഒരു വശം നടക്കുന്നു, ബോംബെ അല്ലെ പൂനെയിലെ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു, വേറൊരു തരത്തിലുള്ള ചിന്തയിൽ ജീവിതം മാറുന്നു. ഈ സമയമാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ സിനിമാ ബോധമൊക്കെ ഇവിടുന്ന് കണ്ടിട്ട് പോയ സിനിമയൊക്കെ മറന്ന് വേറൊരു സിനിമയുടെ ലോകത്തിലെ കുറേയേറെ ഉണ്ട്. അപ്പം ഞാൻ ഒരു ഉദാഹരണം എൻ്റെ തന്നെ അനുഭവത്തിൽ നിന്ന് പറയാം. അപ്പം ഞാൻ ഫൈനൽ ഇയറിൽ ഞങ്ങൾക്ക് 4 ഫിലിമാണ് ചെയ്യേണ്ടത്. ഒന്ന് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഫിലിം ചെയ്യണം, പിന്നെ രണ്ടാമത് ഒരു സോങ് ചെയ്യണം, പിന്നെ മൂന്നാമത് ഒരു ഡോക്യുമെൻ്ററി ചെയ്യണം, നാലാമത്തെ ഡിപ്ലോമ ഫിലിം. ഇങ്ങനെയാണ് ഈ ഫൈനൽ ഇയർ പ്രൊജക്റ്റായിട്ടുള്ളത്. അപ്പോൾ അന്ന് അഡ്വർടൈസ്മെൻറ്റ് ഫിലിം ഞാൻ ചെയ്തതൊക്കെ വളരെ വിചിത്രമാണ്. അന്ന് ഒരു വലിയ മലയുടെ മുകളിൽ പീഠഭൂമിയാണ്, ഡെക്കാൻ പീഠഭൂമി, അവിടെ ഒരു ഒറ്റപ്പെട്ട ഒരു അമ്പലമൊക്കെ ഉണ്ട്. അവിടെ ഇങ്ങനെ ഒരു കാമുകനും കൂടി ഇരിക്കുക. കാമുകയായിട്ട് നമ്മുടെ ബീന പോളായിരുന്നു അന്ന് അഭിനയിച്ചതൊക്കെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവർ തമ്മിൽ പരസ്പരം നോക്കി ഇളങ്ങ് നടന്നങ്ങ് പോവുകയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഒരു പാർട്ടിങ്, ഒരു വിടയുടെ ഒരു ധ്വനി വരുന്ന രീതിയിൽ. ആ സമയത്ത് ഞാൻ ഒരു ക്യാപ്ഷൻ കൊടുത്തിരുന്ന കളർ യുവർ ഇമോഷൻസ് ഇൻ കൊടൈക്ക് എന്ന് പറഞ്ഞിട്ട്, പിന്നെ അതിന് ക്യാപ്ഷനും കൊടുക്കണമല്ലോ. ഈ കൊടൈക്ക് എന്നുള്ള വാക്ക് തന്നെ വന്നത് ജോർജ് ഈസ്റ്റ്മാനെ അദ്ദേഹം ഒരു ക്യാമറ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ ചോദിച്ചു, എന്താ മോനെ നിനക്ക് ഇതിന് പേരിടാൻ ഉദ്ദേശിക്കുന്നത്? ഉടനെ പറഞ്ഞു, ഞാൻ ഈസ്റ്റ്മാൻ എന്നുള്ള പേരാണ് ഇടാൻ പോകുന്നത്. അത് ജനത്തിന് ഇഷ്ടപ്പെടുന്നില്ല, കുറച്ചുകൂടെ ചെറിയൊരു വാക്ക് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അമ്മയുടെ കൊടുത്തപ്പോൾ അമ്മയൊന്ന് ഷട്ടറൊന്ന് ഞെക്കി, അതിൻ്റെ ഇതെല്ലാം ഞെക്കുകയാണ്. ഉടനെ കൊടക്ക് എന്ന് പറയുന്ന സൗണ്ട് കേട്ടു. ഇതിട്ടേച്ചാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ കൊടക്ക് എന്നുള്ള പേര് തന്നെ ഉണ്ടായത്. അപ്പോൾ ഈ അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. ബേസ് ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റ് ഫിലിമായിട്ടാണ്. നമുക്കതിന് മാർക്കുണ്ട്. അതൊക്കെ എനിക്കൊരു ഭേദപ്പെട്ട രീതിയിൽ നല്ല മാർക്കൊക്കെ കിട്ടിയ. ഇത്തരം ഒരു പ്രോജക്റ്റൊക്കെ ചെയ്യാൻ ഇവർ ഈ ഫിലിമും ഈ ഫെസിലിറ്റികളും പണവും ഒക്കെ തരേണ്ടി വരില്ലേ? അതിനൊരു ബഡ്ജറ്റ് നിബന്ധനയുണ്ടോ? ഉണ്ട്. നമുക്ക് പൈസ തരും. നമ്മൾ ഔട്ട്സൈഡിൽ നാളെ വിളിക്കാൻ അവർക്കുള്ള പേയ്മെൻറ്റ് കൊടുത്ത് തരും. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പഠനം കഴിഞ്ഞ് കേരളത്തിലേക്ക് വരുമ്പോൾ അന്നൊരു സ്വപ്നം ഉണ്ടല്ലോ, ഇനി നമുക്ക് സിനിമയിലേക്ക് ജീവിതം അങ്ങ് അർപ്പിക്കാം, സിനിമ നമ്മളങ്ങ് ഏറ്റെടുത്തോളും എന്നൊക്കെ ചിന്തിച്ചായിരിക്കുമല്ലോ വരിക. അത് തന്നെയായിരുന്നു പിന്നെ സംഭവിച്ചത്? അല്ല, പിന്നെ ഞാൻ 1980 ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ, അപ്പോൾ പിള്ളേ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടായിരുന്നു, സ്വർണ്ണവേൽ പിള്ളേ എന്നും പറഞ്ഞു. അപ്പോൾ പിള്ളേ ഞാനും കൂടെ ബോംബെ തന്നെ അവിടെ നിന്ന് അങ്ങനെ രാവിലെ, അപ്പം ഞാൻ ഗോറിയോണിലാണ് താമസിക്കുന്നത്, അവിടുന്ന് ലോക്കൽ ട്രെയിനുണ്ട്, ചർച്ചയായിട്ട് വന്നതിന് ശേഷം അവിടെ ഇരിക്കുക. എല്ലാവരും കൂടെ അന്ന് ജഹാംഗീർ ആർട്ട് ഗാലറി ചെന്ന് അവിടെ കുറച്ച് നേരം ഇരിക്കുക. അതിനോട് ചേർന്നൊരു സംവാർ എന്ന് പറഞ്ഞൊരു ഹോട്ടലൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് രാവിലെ മുതൽ അവിടെ ഇരിക്കുക. കുറേ ബുദ്ധിജീവികളെല്ലാം അവിടെ കാണും. അപ്പോൾ അങ്ങനെ ഇരിക്കാൻ പിള്ളേരെല്ലാം കൂടെ ചേർന്ന് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഫേം ഇങ്ങനെ തുടങ്ങി. അഡിക്ഷൻ എന്നാണ്, ആഡിൻ്റെ ഡിക്ഷൻ എന്നുള്ള അർത്ഥവും അഡിക്ഷനും എന്നുള്ള അർത്ഥം വരുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ അതിൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴേ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റൊക്കെ ആയി. ഇപ്പോൾ ഞാനൊരു മോനെ ഉള്ളൂ, പിന്നെ അറിയാമല്ലോ 2 സഹോദരിമാരുണ്ട്. അപ്പം ഒരു സഹോദരി വിവാഹം കഴിച്ചു, മറ്റേ ഒരു മെൻ്റലി ഡിസേബിൾഡ് ആയിട്ടുള്ളൊരു സഹോദരിയുമാണ്. അപ്പം ഞാൻ താണ്ടി സ്വാഭാവികമായിട്ടും വരികയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്താണ് എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ അടുത്ത് ചോദിച്ചു, ഒരു പടം ചെയ്യാനായിട്ട് താല്പര്യമുണ്ടോ, ഒരു വർക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അടൂർ സാറിൻ്റെ അമ്മാവൻ്റെ മോനാണ് ഉണ്ണിത്താൻ സാറെന്നും പറഞ്ഞ ഒരാളുണ്ട്, നാരായണൻ ഉണ്ണിത്താൻ സാർ എഴുതിയിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റും എല്ലാം കൂടെ വെച്ചിട്ട് അങ്ങനെ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു ശ്രമം നടത്തുകയാണ്.
അപ്പോൾ അവരെല്ലാം കൂടെ പറഞ്ഞു വളരെ ഉത്സാഹപൂർവ്വം തന്നെ പകുതി കൂടുതൽ അതിന് ഷൂട്ടിംഗ് എല്ലാം പ്ലാൻ ചെയ്തു. സുകുമാരൻ, ജലജ, വേണു നാഗവള്ളി, പിന്നെ GK പിള്ള, സുകുമാരിയമ്മ, പിന്നെ ജഗതി ശ്രീകുമാർ, ഇങ്ങനെ വലിയൊരു ഇതായിട്ടുള്ള രീതിയിലാണ്. പാട്ടൊക്കെ ഉണ്ടായിരുന്നു. സംഗീതം MB ശ്രീനിവാസനും യേശുദാസ്. ഈ സ്ക്രിപ്റ്റ് ഇയാളുടെ ഇദ്ദേഹത്തിൻ്റെ എടുക്കണം ഉണ്ണിത്താൻ സാറിൻ്റെ എടുത്തിട്ടാണ് ചെയ്യായിരുന്നു. കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്യുകയും ചെയ്തു. അപ്പം സാലു ജോർജ് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്ന അതാ ക്യാമറാമാൻ. സാലു അങ്ങനെ വന്നു. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സാറിനൊരു വലിയൊരു അത്യാഹിതമുണ്ടായി. ഈ ലുക്കേമിയ അതിൻ്റെ പ്രൊഡ്യൂസർക്ക് അത് ജേക്കബ് സാർ നമ്പറുണ്ട്. പിന്നെ ആ പ്രൊജക്റ്റ് അങ്ങ് നടന്നില്ല. അപ്പം അങ്ങനെ ശേഷം പിന്നെ വീണ്ടും തിരിച്ചു വരുമ്പോഴാണ് പുരൂര് ബസ് എന്ന് പറഞ്ഞൊരു സിനിമ എടുക്കാനുള്ളൊരു അവസരം എനിക്ക് കിട്ടുകയും പിന്നെ അവിടെ മുതൽ പിന്നെ കുറച്ചേറെ വർക്കുകൾ പിന്നീട് വേമ്പനാട് വരുന്നു ഉണ്ട്. പിന്നെ അതിന് മുമ്പ് സൈരൻ 3 സൈരൻ 3 ചെയ്തു. പിന്നെ വേമ്പനാട് ചെയ്തു. പിന്നെ വേമ്പനാടിനാണ് അവാർഡുകൾ കിട്ടിയായിരുന്നു. പാരീസിലൊക്കെ ഒന്ന് പോവുകയും ഒക്കെ ചെയ്തിരുന്നു. പിന്നീട് ഗൗരി, പിന്നെ ഭേരി എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ അതിനോടിടയ്ക്ക് പിന്നെ ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനായിട്ട് പോയി. അത് കഴിഞ്ഞ ശേഷം അവിടെ വെച്ചാണ് അതിനുശേഷമാണ് എനിക്കപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ ഒരു പ്രൊജക്റ്റ് കിട്ടി. അത് പരിണാമം. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ അതിന് മുമ്പ് നമ്മളൊരു വർക്ക് ചെയ്തു സമയം. അത് മധുസാറ്, രാജകുമാരി വേണു, പിന്നെ ജലജ, കാലടിയോമന, കുക്കു പരമേശ്വരന്, ശ്രീധ മുകുന്ദന്, രവി വള്ളത്തോള്, ഒരു വലിയ സ്റ്റാർ പാക്റ്റായിരുന്നു. പ്രേക്ഷകരുടെ അറിവിലേക്ക് ഞാൻ മാധ്യമ പഠനമൊക്കെ കഴിഞ്ഞ് കേരളത്തിലേക്ക് തിരിച്ചു വന്ന് എൻ്റെ പ്രവർത്തനം എങ്ങനെ ഇതിലൊരു പ്രാക്ടിക്കലായ അനുഭവം നേടാൻ കഴിയും, എങ്ങനെ ഒരു ഗുരുവിനൊപ്പം നിന്ന് ഒരു ചലച്ചിത്ര സംവിധായകനൊപ്പം നിന്ന് ദൃശ്യമാധ്യമം പഠിക്കാമെന്ന ചിന്തയിൽ നിന്നാണ് ഞാൻ ശിവപ്രസാദ് സാറിൻ്റെ അടുത്ത് എത്തുന്നത്. അവിടെ ഞാൻ ആദ്യം ചെല്ലുന്നത് തന്നെ ഒരു ടെലിവിഷൻ ഫിലിം സാറിനെ കൊണ്ട് സംവിധാനം ചെയ്യിക്കുക, അങ്ങനെ സാറിനൊപ്പം കൂടുക, അങ്ങനെ സാറുമായിട്ടുള്ള ഒരു അസോസിയേഷൻ തുടങ്ങായിരുന്നു. പിന്നീട് സാറിൻ്റെ പല വർക്കുകളിലും ഈ പരിണാമം ഉൾപ്പെടെയുള്ള വർക്കുകളിലൊക്കെ കുറേ ഭാഗം ഞാൻ ഏൽപ്പിച്ചിട്ട് തന്നെ പോയിട്ടുള്ള ഒരു പാറയുടെ വെള്ളത്തിൽ പോർഷൻ താങ്കൾ തന്നെ ചെന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് വരാൻ. അപ്പോൾ എൻ്റെ ഒരു ദൃശ്യഭാഷയും ചിന്തയും ഒക്കെ സ്വാധീനിക്കുന്നതിൽ സാറിൻ്റെ ആ കാലത്തെ പരിശീലനം എനിക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട്. സഫാരി എന്നൊരു ആശയമുണ്ടാക്കുമ്പോഴും സഞ്ചാരം പോലുള്ള പരിപാടി ഉണ്ടാക്കുമ്പോഴും ഒക്കെ വ്യത്യസ്തമാകണം എന്ന ചിന്തയുണ്ടാക്കിയത് സത്യത്തിൽ സാറിനൊപ്പമുള്ള ആ കാലഘട്ടത്തിലെ അനുഭവങ്ങളാണെന്ന് വേണേൽ പറയാം. പിന്നീട് ഈ അധ്യാപകനായിട്ട് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകുമ്പോൾ അക്കാലത്തുണ്ടായ ശിഷ്യന്മാർ, വിദ്യാർത്ഥികൾ, അവരിൽ പലരും പിന്നീട് പ്രശസ്തരായി മാറിയ ഒരുപാട് പേരുണ്ട്. റസൂൽ പൂക്കുട്ടിയൊക്കെ ഉണ്ടല്ലോ, ആ സമയത്ത് വിദ്യാർത്ഥിയായിരുന്നു. അവർ ഡയറക്ഷനിലായിരുന്നെങ്കിലും അന്ന് ഇൻ്റഗ്രേറ്റ് കോഴ്സ് ഉണ്ടായിരുന്നു. പുള്ളി ഓഡിയോഗ്രാഫി ആയിരുന്നു സബ്ജക്റ്റ് മെയിൻ എടുത്തിരുന്നത്. ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ആ തിയറികൾ അല്ലെങ്കിൽ അവിടുത്തെ ദൃശ്യ ബോധം ഒക്കെ മെയിൻ സ്ട്രീം സിനിമയിൽ പ്രവർത്തിക്കാൻ നമ്മളെ യോഗ്യനല്ലാതാക്കി എന്നെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇതൊന്നും വേണ്ടിയിരുന്നില്ല, ഇത് ഇത്രയൊന്നും ആവശ്യമില്ലായിരുന്നു എന്ന് പോലും തോന്നിയിട്ടുണ്ട്. ആർക്ക് വേണമെങ്കിലും പടമെടുക്കാമെന്നുള്ളൊരിതാണ്. കാരണം ഞാൻ പഠിച്ചിരിക്കുന്നതും എനിക്കൊന്നും മാർക്കറ്റ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പല സിനിമകൾ ഞാനിപ്പോൾ ഷോർട്ട് ഫിലിംസ് ആൻഡ് ഡോക്യുമെൻ്ററീസ് ഒരു 96 ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളായിട്ട് പഠിക്കാത്തവരൊക്കെ അവരുടെ പടങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് കൊമേഴ്സ്യലൈസ് ചെയ്യാനായിട്ടും ഒരു ഉപജീവന മാർഗത്തിനുള്ളൊരു സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട്. എനിക്കത് ഉണ്ടായിട്ടില്ല. എനിക്ക് അധ്യാപനത്തിലൂടെയൊക്കെയാണ് പിന്നെ പട്ടിണി മാറിയെന്ന് പറയാം. ഞാൻ സാറിനെ പരിചയപ്പെടുന്ന കാലത്ത് സാറിൻ്റെ വീട്ടിൽ നിരന്തരം വരുന്ന ഒരാളായിരുന്നു. ആ വീട്ടിലൊരു അംഗത്തെ പോലെ പലപ്പോഴും. തീർച്ചയായിട്ടും. അന്ന് അവിടെ ഒരു കൊച്ചു പയ്യനുണ്ടായിരുന്നു, സിദ്ധാർത്ഥൻ. ഇന്ന് പ്രേക്ഷകർ അറിയുന്ന പ്രശസ്തനായ ചലച്ചിത്ര സംവിധായകനും അഭിനേതാവും ഒക്കെയായ സിദ്ധാർത്ഥൻ. അധ്യാപകൻ എന്ന പേരിലാണ് സാർ ഇപ്പോൾ കൂടുതൽ അറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും. എനിക്ക് 30 വർഷത്തോളം അധ്യാപന വൃത്തി ചെയ്തു. ചലച്ചിത്രാധ്യാപകൻ എന്നുള്ളത്. ഏറ്റവും അവസാനം KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരെ അധ്യാപകനായി പ്രവർത്തിച്ചു. അപ്പം ഇനി നിരവധി ആളുകളെ പ്രചോദിപ്പിക്കാൻ, പുതിയ ദൃശ്യഭാഷ്യം അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഇനിയും സാറിന് അവസരം ഉണ്ടാകട്ടെ. ഒപ്പം സാറിൻ്റെ നല്ല സൃഷ്ടികൾ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.